കുടകിൽ ട്രക്കിങ്ങിനിടയിൽ കാണാതായ മലയാളി യുവതി ശരണ്യ. ന്യൂസുകാരെല്ലാവരും കൂടി ഇപ്പോൾ അത് സൂപ്പർ ശരണ്യയാക്കി. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വ്യാഴാഴ്ച രാവിലെ 7 മണിക്കാണ് കൊച്ചിയിലെ IT കമ്പനിയിൽ ജീവനക്കാരിയായ കോഴിക്കോട് നാദാപുരം ഈയങ്കോട് സ്വദേശി ശരണ്യ തടിയന്റെ മോൾ മലയിൽ ട്രക്കിങ്ങിനായി എത്തിയത്. ഓൺലൈനായി ടിക്കറ്റ് എടുത്തായിരുന്നു യാത്ര. യാവകപ്പാടിയിലെ ഹോം സ്റ്റേയിലാണ് കഴിഞ്ഞ രാത്രി തങ്ങിയത്. രാവിലെ കർണാടക വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിലെത്തി. ബംഗളൂരു, ഹൈദരാബാദ് സ്വദേശികളാണ് സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെന്നാണ് വനം വകുപ്പ് ജീവനക്കാരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. എവിടെ നിന്ന് വരുന്നവരായിരുന്നു? ബാക്കിയുള്ള ബാംഗ്ലൂർ, മൈസൂർ, പിന്നെ കുറച്ച് തെലുങ്കുകാരും ഉണ്ട്. അവർ എല്ലാവരും ഒന്ന് അച്ഛൻ്റെ മോനും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മൂന്ന് ആളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛനും മോനും ഉണ്ടല്ലേ, അച്ഛനും മോൻ്റെ കൂടെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അച്ഛനും മോനക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ കൂടെ വന്നു താഴെ വരെ. അവിടെ വന്നിട്ട് ആ ലാസ്റ്റ് ഒരു പീക്കിൻ്റെ ഒരു ഫോട്ടോ അയച്ചിനെ അവർ. ആ പീക്കിൽ അവർ ലാസ്റ്റ് കണ്ടത്. പിന്നെ നമ്മൾ ഇറങ്ങി വന്നു. അവരെല്ലാം ബാംഗ്ലൂർ, മൈസൂർ പോകുന്നവരല്ലേ, അവർ ഇറങ്ങി വന്നുകൊണ്ടായി. ഈ ലേഡി ശരണ്യ മാഡം പറഞ്ഞവർ വന്നില്ല. കർണാടകയിലെ കുടക് ജില്ലയിലെ മടിക്കേരി താലൂക്കിലെ ഏറ്റവും ഉയരം കൂടിയ മലയാണ് തടിയന്റെ മോൾ. 1748 മീറ്റർ ഉയരമുള്ള കൊടുമുടി. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ ട്രക്കിങ്ങിന് അനുവാദമുള്ളത്. സാധാരണഗതിയിൽ മുകളിൽ കയറി തിരിച്ചിറങ്ങാൻ 5 മണിക്കൂർ എടുക്കും. ഒറ്റയ്ക്ക് ആരെയും മുകളിലേക്ക് വിടാറില്ല. സംഘമായി മാത്രമേ കയറാൻ അനുവദിക്കൂ. കൂടെ പോയവർ 3 പേരുടെ സംഘങ്ങളായി മടങ്ങിയെത്തിയിട്ടും ശരണ്യ തിരിച്ചെത്തിയിട്ടില്ലെന്നത് വനം വകുപ്പുകാർ ശ്രദ്ധിച്ചു. കൂടെ പോയവരോട് ചോദിച്ചപ്പോൾ മുകളിൽ നായയോടൊപ്പം കളിച്ചു നിൽക്കുന്നുവെന്നായിരുന്നു മറുപടി. ഉച്ചയായിട്ടും കാണാതായതോടെ ഹോം സ്റ്റേ ഉടമ അന്വേഷിച്ചെത്തി. ഫോണിൽ പലവട്ടം വിളിച്ചിട്ടും ശരണ്യയെ കിട്ടിയില്ല. ഇടയ്ക്ക് ഫോണിൽ കിട്ടിയപ്പോൾ വഴി തെറ്റിയെന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ മിക്കവാറും നമ്മളൊരു ധാരണ താഴെ ഇറങ്ങി വരുന്ന സമയത്ത് 2:45 ഞങ്ങൾ ഇന്നലെ പോകുമ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വഴി തെറ്റി ഫോറസ്റ്റിലേക്ക് ഇറങ്ങി പോയതാണെന്നാണ് പിന്നെ നമ്മൾ വിചാരിക്കുന്നത്. ഫോറസ്റ്റ് നല്ല താഴോളം ഫോറസ്റ്റാണ്. അപ്പം നല്ല ഫോറസ്റ്റിൽ നല്ലോണം പിന്നെ ചെക്ക് ചെയ്യാൻ അറിയുന്ന ടീം തന്നെ വന്ന് ചെയ്യേണ്ടി വരും. അപൂർവമായി തടിയന്റെ മോൾ ട്രക്കിങ്ങിനിടെ ആളുകൾക്ക് വഴി തെറ്റാറുള്ളൂ. അഥവാ വഴി തെറ്റിയാലും 2-3 മണിക്കൂർ കൊണ്ട് വഴി കണ്ടെത്താറുണ്ടെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നു. യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന ശരണ്യ പതിവായി ഇത്തരം സ്ഥലങ്ങളിൽ ട്രക്കിംഗ് നടത്താറുണ്ട്. ദീർഘദൂര ട്രക്കിങ്ങിന് പോകുന്നവർ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെ പറ്റി നല്ല ധാരണയുള്ള ശരണ്യ സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന് മീഡിയ ആകെ മൊത്തം ഏറ്റുപിടിച്ച് കൊടും കാട്ടിൽ 3 രാത്രിയും 2 പകലും ഇത് സൂപ്പർ ശരണ്യ എന്ന് പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ഡിസ്കഷൻസ് നടക്കുകയാണ്. ശരണ്യയുടെ വഴിതെറ്റൽ നാടകമോ, വെറും 5 മണിക്കൂർ കൊണ്ട് കയറി ഇറങ്ങാവുന്ന തടിയൻ്റെ മോൾ ട്രക്കിങ്ങിൽ വഴിതെറ്റി എന്ന് പറഞ്ഞ ശരണ്യ കളിച്ചത് വൈറലാകാൻ വേണ്ടിയുള്ള നാടകമോ എന്ന് പറഞ്ഞ് കുറേ പേര് ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ശരണ്യയെ തുണച്ചത് പതിവായി അനുഷ്ഠിക്കുന്ന റംസാൻ വ്രതം. ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ദിവസങ്ങളോളം പിടിച്ചു നിൽക്കാൻ തൻ്റെ മകൾക്ക് കഴിയുമെന്ന അമ്മയുടെ വിശ്വാസത്തിന് ആധാരം വ്രതം നോൽക്കൽ. ഇങ്ങനെ പല നറേറ്റീവ്സ് ഇതിനകത്ത് പോകുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന കമൻറ്റ് ബോക്സ്, ഇവള് കിളിയാണ്, ഇവള് MDMA ആണ്, അങ്ങനെ പോയി ഇവളെ തല്ലണം, ഇവളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങണം, ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ചിലവായ പൈസ, ഫേമസ് ആകാൻ വേണ്ടി ചെയ്ത പരിപാടി, ഇങ്ങനെ അതിഭീകരമായ കമൻറ്റ് ബോക്സ് സൈബർ അറ്റാക്കും ശരണ്യയ്ക്ക് ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ലൈറ്റായിട്ട് ആദ്യം തന്നെ പറയാം. ശരണ്യ ഇന്നലെ മീഡിയനെ അഡ്രസ്സ് ചെയ്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ബോഡി ലാംഗ്വേജിൽ വളരെ ഒരു ഇന്നസെൻറ്റ് ലേഡി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എവിടെയും ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അവർ വളരെ കാഷ്വലായിട്ട് അവർക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് അവർ പറഞ്ഞിട്ട് പോകുന്നു. എല്ലാ മനുഷ്യന്മാരും പാനിക്കായി, ഫ്രസ്ട്രേറ്റഡായി, മരണഭയത്തിൽ അവിടെ നിന്ന് വന്ന് കരഞ്ഞ് നെലവിളിച്ച് വിളിച്ച് കെട്ടിപ്പിടിച്ച് അമ്മ അച്ഛ എന്നൊക്കെ പറഞ്ഞ് മീഡിയനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു അട്രോഷ്യസ് സീൻ ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കും. വാട്ട് അവർ വ്യൂവേഴ്സ് എക്സ്പെക്റ്റഡ്. ഓക്കെ, ഇത്രയും ദിവസം കാട്ടിൽ കുടുങ്ങിയ ഒരാൾ തിരിച്ചു വരുമ്പോൾ ക്ഷീണിച്ച് ആകെ വയ്യാതെയായി, അല്ലെങ്കിൽ അവരാകെ മെൻ്റലി ഒരിക്കലും ഫിറ്റല്ലാതെ, ഫിസിക്കലി ഒരിക്കലും ഫിറ്റല്ലാതെ അവരിങ്ങനെ അവരെ സ്ട്രക്ചറിൽ എടുത്ത് കൊണ്ടുപോകുന്ന സീനോ, അല്ലെങ്കിൽ അവരിങ്ങനെ ഭയങ്കര കുഴങ്ങി അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡായി പേടിച്ച് സംസാരിക്കുന്ന സീനോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ മലയാളികൾ ഏറ്റെടുക്കുമായിരുന്നു അല്ലേ. എടി, എന്താണോ വ്യൂവേഴ്സ് എക്സ്പെക്റ്റ് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവർ വളരെ കൂളായി കാമായി നിന്ന് കാര്യങ്ങൾ പറയുമായിരുന്നു. അതിവിടെ മോസ്റ്റ് മെജോറിറ്റി ആക്സെപ്റ്റ് ആയില്ല. ഇനി ഞാൻ വ്യൂവേഴ്സിനെ കുറ്റം പറയുന്നില്ല, കാരണം ഈ മലമുകളിൽ കയറിയ ബാബു മുതൽ ഇങ്ങോട്ടുള്ള മലയാളികളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ സംശയങ്ങൾ വരാം, സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും
ശരണ്യയുടെ സംശയങ്ങൾ, അതായത് ശരണ്യ എന്ന് പറഞ്ഞ ഈ ലേഡിയുടെ ഈ ട്രക്കിംഗ് ആൻഡ് മിസ്സിങ് പിന്നെ കണ്ടുപിടുത്തം, ഇതിൻ്റെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടിയത് ഷെയ്ഖ് ഹസൻ ഖാൻ. ഇത് ഷെയ്ഖ് ഹസൻ ഖാനെ മലയാളികൾക്ക് പരിചയക്കുറവൊന്നും ഉണ്ടാവില്ല. 7 ഭൂഖണ്ഡങ്ങളിൽ 7 കുടിമുട്ടികൾ കീഴടക്കിയ മലയാളിയാണ്. അപ്പോൾ ഷെയ്ഖ് ഹസൻ ഖാൻ ഒരു വീഡിയോ ഇന്നലെ രാത്രി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റീൽസിനകത്ത്. അതിനകത്ത് ഷെയ്ഖ് കുറേ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സിൽ വന്നതും കുറേ പേരൊക്കെ എഴുതി ഫേസ്ബുക്കിൽ ഇട്ടതും ഒക്കെ ആയിട്ടുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്കലേറ്റഡ് ഫേസാണ് അഡ്വഞ്ചർ എക്സ്പ്ലോറർ ട്രാവലറായ ഷെയ്ഖിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ശരണ്യെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി, ശരണ്യ തിരിച്ചു വന്നു, ഷീസ് എ ബോൾഡ് ഗേൾ, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പുള്ളിക്കാരിയെ റെസ്ക്യൂ ചെയ്ത് പത്രക്കാർക്ക് കൊടുത്ത ആ ഒരു അഭിമുഖത്തിൻ്റെ അകത്ത് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഞാനും പാങ്കോട്ട് പക്ഷി സങ്കേതം എന്ന് പറഞ്ഞൊരു പക്ഷി സങ്കേതമുണ്ട്. ഒരു 4-5 മണിക്കൂർ ഞാൻ പെട്ടുപോയതാണ്, കോടയൊക്കെ വന്നിട്ട് വഴി തെറ്റിയിട്ട്. അപ്പോൾ അന്ന് ഉണ്ടായ എനിക്കൊരു പരിഭ്രാന്തി എനിക്കറിയാം. അല്ലെങ്കിൽ പലപ്പോഴും യാത്ര ചെയ്ത് കാട്ടിലോ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്കോ വഴി തെറ്റി ഒരുപാട് പേരുണ്ടായിരിക്കും. അവരെല്ലാവരും ഇത് കേൾക്കണം. ഞാൻ എൻ്റെ ഡൗട്ട്സ് റേസ് ചെയ്യാം, ആരെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യണം. വേറൊരു സാധനങ്ങളും പുള്ളിക്കാരുടെ ഇല്ല. 1/2 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. അവിടെ വൈൽഡ് ആനിമൽസ് ഉള്ള ഏരിയ ആണെന്നറിയാം, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണെന്നറിയാം. രാത്രി ആയി കഴിയുമ്പോഴേ കാടിൻ്റെ ഭാവം മാറും, പലർക്കും അറിയാം. ഭീകരതയാണ്, ഭീകരത. എത്ര പേടിയില്ലെന്ന് പറഞ്ഞാലും രാത്രി ഒറ്റയ്ക്ക് നമുക്ക് കാട്ടിനകത്ത് താമസിക്കാൻ വലിയ പേടിയാണ്. ശരണ്യ ഫസ്റ്റ് നൈറ്റ് 6:30 6:45 ഏതോ ഒരു അരുവിയുടെ സൈഡിലെത്തി അവിടെ സ്റ്റേ ചെയ്തു. ഇറ്റ്സ് ഓക്കെ, എങ്ങനെങ്കിലും സ്റ്റേ ചെയ്തെന്ന് വെക്കാം. നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും? ഒരു സർവൈവലിന് വേണ്ടി ശ്രമിക്കുന്ന ആൾ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ആളുള്ള സ്ഥലത്ത് എത്താൻ ശ്രമിക്കും. സൗണ്ട് വെച്ചിട്ടോ നേരത്തെ പോയ വഴി കണ്ടുപിടിച്ചിട്ടോ. ശരണ്യ പറഞ്ഞ ഉത്തരവുണ്ട്, എനിക്ക് കാലുവേദനയായിരുന്നു, അതുകൊണ്ട് ആ ദിവസവും ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു. ഇത് സുഖവാസ കേന്ദ്രമല്ല, കൊടും കാടാണ്. അപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്തു ശരണ്യ. നെക്സ്റ്റ് ഡേ ഡ്രോൺ വരുമോ എന്ന് നോക്കിയിരുന്നെന്ന്. ആ ദിവസവും പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തെന്നാണ് പറയുന്നത്, കൊടുങ്കാടിനകത്ത്. 3-ാമത്തെ ദിവസം പോകാൻ ശ്രമിച്ചപ്പോൾ മഴ പെയ്തു പോലും, ഡ്രസ്സൊക്കെ വെറ്റായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തു. 4-ാമത്തെ ദിവസമാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഒരിക്കലും ഒരു സർവൈവൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് അല്ല ശരണ്യയ്ക്ക്. അതിനകത്ത് എന്തൊക്കെയോ മിസ്സിങ് ഡോട്ട്സ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം പറയാൻ ഒരാൾക്ക് താല്പര്യമില്ലേ നമുക്ക് പറയിക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ റീസൺസാണ്. പക്ഷേ ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാവരുത്. കാരണം ഒരുപാട് ട്രക്കിംഗ് ചെയ്താണ് ഞാൻ, ഒരുപാട് ട്രക്കിംഗ് ചെയ്യുന്നവർ എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം അതിനകത്ത് ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ട്. അവർ വിചാരിച്ചിരിക്കുന്നത് 3 ദിവസം ഈസിയാണ് കാട്ടിനകത്ത് സ്റ്റേ ചെയ്യാൻ, വളരെ സിമ്പിളാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 3 ദിവസം ഭക്ഷണമില്ല, ഓർക്കണം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഭക്ഷണമില്ല 2 ആഴ്ച വരെ ജീവിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ക്ഷീണമൊന്നും ശരണ്യയുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ മിസ്സിങ് ഡോട്ട്സ് ഉണ്ട്. എനിക്ക് വന്ന സംശയങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ട്രക്കിംഗ് ഹൈക്കിംഗ് പോകുന്നത് നല്ലത് തന്നെ, പക്ഷേ ഗ്രൂപ്പായിട്ട് പോവുക, സേഫായിട്ട് പോവുക, തിരിച്ചു വരിക. ഏതെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നത് പോലെയല്ല നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്കൊരു റിലീഫുണ്ട്. ആ റിലീഫൊന്നും ഞാൻ ഈ റെസ്ക്യൂ ചെയ്ത ആളുടെ മുഖത്തൊന്നും കണ്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി 1/2 ലിറ്റർ വെള്ളമേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞത്. ക്ഷീണമൊന്നും ഞാൻ കണ്ടില്ല. സോ നമുക്കിത് ചർച്ച ചെയ്യാം. ഓപ്പൺ ടു യു. ഷെയ്ഖ് ഓപ്പൺ ടു യു എന്ന് പറഞ്ഞു ഇട്ട സാധനം ആക്ച്വലി ഈ ശരണ്യ തിരിച്ചു വന്ന് മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിനടിയിൽ തന്നെ നിങ്ങൾ പോയി നോക്കിയാൽ മതി. അതൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്, മിസ്സിങ് ഡോട്ട്സ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ശരണ്യ ചിലപ്പോൾ ലോസ്റ്റ് ആയിരിക്കും, എന്തെങ്കിലും ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ അവസ്ഥയിലൊക്കെ. ചിലപ്പോൾ ഞാനിത് പറയുന്നത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആട്ടോ. ഞാനിതിലെവിടെയും ലഹരിയെ കൂട്ടിക്കെട്ടുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നമ്മുടെ നാഷണൽ ഇൻ്റലിജൻസൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഐറ്റങ്ങൾ ഉണ്ടോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ ഇങ്ങനെയാണിത് കാണുന്നത്. ഒരു കാട്ടിൽ ട്രക്കിങ്ങിന് പോകുന്നൊരു ലേഡി, അവരുടെ മൈൻഡ് സെറ്റിൽ ചിലപ്പോൾ ആ ട്രക്കിങ്ങിന് പോകുന്നത് തന്നെ ഒരു മാനസികമായൊരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒറ്റപ്പെടലിൽ നിന്ന് വേറൊരു എന്താ പറയുക ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം. അവിടെ ചെന്ന സമയത്ത് അവർ ആ ഒറ്റപ്പെടലിൻ്റെ എന്തെങ്കിലും ഒരു വേഴ്സ് സിറ്റുവേഷനിൽ ചിലപ്പോൾ അങ്ങനെ ആയിട്ട് തീർന്നു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വയം ഒറ്റപ്പെട്ട് മാറിപ്പോയി അങ്ങനെ പോയതാണെങ്കിലോ, അത് അവർ ഓപ്റ്റ് ചെയ്തതാണെങ്കിലോ. മനസ്സിലായോ? ഇതിവിടെ കിടന്ന് തീരട്ടെ, മതിയായി. എന്നിട്ടൊരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് റെസ്ക്യൂവിന് ആൾക്കാർ വന്ന് രക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ അവരുടെ മൈൻഡിൽ അയ്യോ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതായിരിക്കില്ല. എന്തായാലും അങ്ങനെ കഴിയാൻ വേണ്ടി പോയി, തീരാൻ വേണ്ടി പോയി, തുല്യതപ്പോൾ എല്ലാവരും കൂടി രക്ഷിച്ചു കൊണ്ടുവന്നു, എന്തോ നടന്നിട്ട് പോട്ടെ. ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കി ശരണ്യയുടെ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ശരണ്യ മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. ഓക്കെ, 1 by 1 ആയിട്ട് ഞാനതിവിടെ പ്ലേ ചെയ്യാം.
ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് ചെറുതായിട്ട് വഴിതെറ്റിയതാണ്. ഞാൻ താഴെ ഇറങ്ങിയപ്പോഴേക്കും മേലെയുള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റിയില്ല. ടോപ്പിൽ കുറച്ച് പേരെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ കറങ്ങി വന്നു. അപ്പോൾ വന്നപ്പോഴേക്കും മേലെ ആളെ കാണാനില്ല, താഴെയും കാണാനില്ല. സോ ഐ തിങ്ക് എനിവേ താഴോട്ടാണല്ലോ പോകേണ്ടത്. അതുകൊണ്ട് കുറേ താഴേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ നെറ്റ്വർക്ക് ലോസായി. പിന്നെ ഫോറസ്റ്റ്, നല്ല ഡെൻസ് ഫോറസ്റ്റ് ആയിരുന്നു. പിന്നെ ഇല്ല എന്തായാലും ഒരു 500 ml വാട്ടർ ബോട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു. 6:45 വരെ ഞാൻ നടന്നു. ലാസ്റ്റ് ടൈം ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഒരു ഓഫീസിലെ ഫ്രണ്ട് ഉണ്ട് യദു, അവനൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഐ ലോസ് മൈ പാത്ത്, ഇതിൻ്റെ ആരണ്യ സംതിങ്, അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാവോ മെസ്സേജ് ടൈപ്പ് ചെയ്തപ്പോഴേക്കും 1% ആയി, ഫോൺ ഓഫായി. പിന്നെ ഒരു 6:45 വരെ ഞാൻ നടന്നു. പിന്നെ ഒരു സ്ട്രീമും ഒരു വലിയ ഒരു റോക്കി അങ്ങനത്തെ ഒരു ഏരിയയിലെത്തി. അപ്പോൾ ഐ തോട്ട് പിന്നെ ഞാൻ ക്ലൈം ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് അവിടെ നിന്നു. ഫസ്റ്റ് ഡേ മോർണിംഗ് കുറച്ച് കാലൊക്കെ വേദനിച്ചുകൊണ്ട് നടക്കേണ്ട വിചാരിച്ചു. സെക്കൻഡ് ഡേ ഐ തോട്ട് നല്ല വിസിബിലിറ്റിയുള്ള ഏരിയ ആണ് മേലെ, അപ്പോൾ ഡ്രോൺ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ കാണട്ടെ വെച്ചു. സെക്കൻഡ് ഡേ അവിടെ നിന്നു. തേർഡ് ഡേ എൻ്റെ പ്ലാന് രാവിലെ 6 o'clock മേലത്തേക്ക് നടക്കുക എന്നായിരുന്നു. പക്ഷെ അന്ന് മഴ പെയ്തു നന്നായിട്ട്. ഉച്ചയ്ക്ക് മഴ പെയ്തു, വൈകിട്ടൊരു 1 hour കണ്ടിന്യൂസ് റെയിൻ ആയിരുന്നു. അപ്പോൾ എല്ലാം നനഞ്ഞു. അത് കാരണം പിന്നെ നെക്സ്റ്റ് ഡേ പ്ലാനും കൂടെ ഇതായി. ബിക്കോസ് രാത്രി ഉറങ്ങാനൊന്നും പറ്റിയില്ല, കംപ്ലീറ്റ് കോൾഡായിരുന്നു. പിന്നെ ഇന്ന് ഒരു 12 o'clock വരെ ഞാൻ വെയിറ്റ് ചെയ്തു. മീൻസ് എല്ലാം വെറ്റായിരുന്നു. ആനയുള്ള ഏരിയ തോന്നുന്നു. ഇല്ല പേടി തോന്നിയില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സൂചനകൾ അവശേഷിച്ചിരുന്നു വഴിയിൽ ഇവർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാർക്കുകൾ? ഇല്ല, എൻ്റെ കയ്യിൽ കരുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് ചെറിയ ട്രക്കാന്നാണ് കേട്ടത്. അത് കാരണം ഞാൻ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വാട്ടർ, ക്യാമറ, ഫോൺ അത്രേ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നൊരു 12 o'clock പിന്നെയും ഭയങ്കര ക്ലൗഡായിരുന്നു. അത് കാരണം ഞാൻ വെച്ചാൽ ഇനിയും വെയിറ്റ് ചെയ്താൽ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തന്നെ നനഞ്ഞ എല്ലാ സാധനവും കൂടെ എടുത്തിട്ട് മേലേക്ക് നടന്നു. ഇല്ല, എനിക്ക് വെള്ളം കുടിച്ചു. ഡെയിലി ഒരു 3 liter വാട്ടർ കുടിക്കും. ഇവർ പറഞ്ഞ കാര്യങ്ങൾ അവർ വളരെ കാഷ്വലായിട്ട് വലിയ പാനിക്കൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ടാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത് അവർ ഇതേപോലെ ട്രക്കിങ്ങിന് പോകുന്നൊരു ലേഡിയാണ് എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അവർക്കുണ്ട്. ബൈക്ക് റൈഡ്സ് പോകുന്നൊരു ആളാണ്, എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾ അത്യാവശ്യം ഇപ്പോൾ ഹിമാലയം കയറാൻ പോയില്ലെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുമുടി കീഴടക്കാൻ പോയില്ലെങ്കിലും അത്യാവശ്യം അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ. ഒരു സർവൈവൽ സ്കില്ല് എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് പാനിക് ആവാതെ കാര്യങ്ങൾ ചിന്തിച്ച് സോർട്ട് ചെയ്ത് നമ്മളെ ബോഡി റിക്കവറാക്കി. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റിക്കവറായി നമുക്ക് ഏരിയാസ് ഡിവൈഡ് ചെയ്ത് തിരിച്ച് ഏത് ഏരിയയിൽ നിന്നാൽ വിസിബിലിറ്റി കൂടുതലുണ്ടാവും, എന്തെങ്കിലും ഒരു ഏരിയൽ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ അതിൽ കൃത്യമായിട്ട് പെടാൻ പറ്റും. അങ്ങനെ ചിന്തിച്ച് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ ഇവർ ഈ പറഞ്ഞപ്പോൾ പലർക്കും ഇവർ ഈ കാഷ്വലായിട്ട് ഇത് പറഞ്ഞതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇത് കറക്റ്റായിട്ട് കണക്റ്റ് ആവാതെ. ഞാൻ ഈവൻ ഈ ഷെയ്ക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഞെട്ടിപ്പോയത് എന്താ വെച്ചെങ്കിൽ എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഷെയ്ക്ക് സർവൈവ് ചെയ്ത ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ടെറൈൻ, ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു സിറ്റുവേഷൻ വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ആൻഡ് പേഴ്സൺസ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. അവരുടെ മൈൻഡ് സെറ്റ്, അവർ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതി ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവർ കാഷ്വലായിട്ട് പറയുമ്പോൾ കേൾക്കുന്ന നമ്മളും ഇത് വളരെ നമ്മൾ പ്രതീക്ഷയിൽ എന്താ, അയ്യോ ഈ ശരണ്യ തിരിച്ചു വരുന്നു, കരഞ്ഞ് നിലവിളിക്കുന്നു, അവിടുത്തെ ഭീകരമായ അന്തരീക്ഷങ്ങളെക്കുറിച്ച് പറയുന്നു, ആനേൻ്റെ മുന്നിൽ പെട്ട കഥ പറയുന്നു. ഇതൊക്കെ കേൾക്കാൻ നിൽക്കുന്ന മലയാളിയുടെ മുന്നിൽ ഇവർ കാഷ്വലായിട്ട് വന്നിട്ട് ഞാൻ അവിടെ ഒറ്റപ്പെട്ടു, പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിൽ പോയി, ഇനഫ് വാട്ടർ. വെള്ളം എന്ന് പറയുന്നത് സർവൈവലിൻ്റെ ഏറ്റവും എന്താ പറയുക വൈറ്റലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർ വെള്ളത്തിൻ്റെ അവിടെ കൃത്യമായിട്ട് എത്തുന്നു. ഏരിയൽ വിസിബിലിറ്റി ഉള്ള സ്ഥലമാണത്, അവിടെ നിൽക്കുന്നു. നെക്സ്റ്റ് ഡേ അവർക്ക് ഓക്കെ അല്ല അവർ ഫിസിക്കലി, അപ്പോൾ അവർ റിക്കവറി ടൈം എടുക്കുന്നു. കാരണം ഇത് ഓക്കെ അല്ലാതെ അവർ വീണ്ടും അവിടുന്ന് സർവൈവൽ സ്കില്ലെന്ന് പറഞ്ഞാൽ എന്താ, പെട്ടുപോയാൽ പിന്നെ നിലവിളിച്ച് കരഞ്ഞ് അവിടെ കിടന്ന് ഡിപ്രഷൻ അടിച്ച് ഡെസ്പറേറ്റ് ആയി അപ്പം ചാവും അവിടെ കിടന്ന് പാനിക് അടിച്ചിട്ട്.
ഇവരത് ചെയ്തില്ല. ഇവർ വളരെ കൂളായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അവർക്ക് റിക്കവറി ടൈം അവരെടുത്തു. വെള്ളം സോഴ്സ് അവർക്ക് നിയർ ബൈ ഉണ്ടായിരുന്നു, ഏരിയൽ വിസിബിലിറ്റി ഉണ്ട്. വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള അവർ തിങ്ക് ചെയ്തു. അടുത്തത് അവർക്ക് നോക്കാനുള്ളത് മുകളിലോട്ട് പോയിട്ട് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. അതിനിടെ മഴ പെയ്തു, അവർ വെറ്റാകുമ്പോൾ അവർക്ക് ആ വെറ്റായ കാര്യങ്ങളും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ കാടിൻ്റെ ഭീകരത, ഭയാനത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരനുഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ അവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകൾ ഇത് ഭയങ്കര എൻജോയ് ചെയ്യും. ഇപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞാനൊക്കെ കുറച്ച് ഇരുട്ടായി കാട്ടിനകത്ത് പോയാൽ തന്നെ അപ്പം കാട്ടിനകത്ത് ഫ്രണ്ട്സിൻ്റെ ഒപ്പം നല്ല ഈ ഇരുട്ടത്തൊരു തൊടു കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് അടങ്ങാന്ന് പറഞ്ഞാൽ തോന്നൽ വരും. പക്ഷെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു വിഷയമല്ല. നട്ടപ്പാതിരയ്ക്ക് കാട്ടിൽ പോകാൻ പറഞ്ഞാൽ പോവും, നടുക്കടലിൽ ചാടാൻ പറഞ്ഞാൽ ചാടും. അഡ്വഞ്ചർ ആൻഡ് അഡ്രിനാലിൻ കിക്കാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ചില ആളുകൾ വളരെ സിമ്പിൾ ആൻഡ് സോർട്ടഡ് ആയിട്ട് ചില സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യും. ഷീ ഈസ് എ കോർപ്പറേറ്റ് ലേഡി ഐ തിങ്ക്. സോ അവർ ആ രീതിക്ക് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു ബോഡി ലാംഗ്വേജ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. അല്ലെങ്കിൽ അവർ അത്രയും കാഷ്വലായിട്ട് അത് പറഞ്ഞിട്ട് പോയത്. ആ ഭീകരത അവർക്ക് എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം അവർ എഫക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവർ ലൈഫ് ഓക്കെ മതി നിർത്തുകയാണെന്നുള്ള രീതിക്ക് ചിലപ്പോൾ ചിന്തിച്ച് അങ്ങനെ മാറിപ്പോയി. അവിടുന്ന് വീണ്ടും ഈ പറഞ്ഞ പോലെ പണ്ടാണ് 4 ദിവസം കഴിഞ്ഞ് പിന്നെ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള തോട്ട് ചിലപ്പോൾ അവർക്ക് വന്നതുകൊണ്ട് തിരിച്ച് താഴെ ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും പറയണമല്ലോ, അങ്ങനെ പറഞ്ഞതും ആയിരിക്കാം. മനസ്സിലായില്ലേ? ഇനി ഇതിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെങ്കിൽ നിങ്ങൾക്ക് നടത്താം. ഇതിന് എന്താണെങ്കിലും നമ്മളവിടെ ഇഷ്ടം പോലെ ഇപ്പോൾ കർണാടക ഗവൺമെൻറ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, നാഷണൽ ഏജൻസീസിന് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ചെയ്യാതിരിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ചെക്ക് ഹെർ ബാക്ക്ഗ്രൗണ്ട്, ചെക്ക് ഹെർ റീസെൻറ്റ് കോൾ ലിസ്റ്റ്. എന്തിനാണ് അവരവിടെ പോയത്, എന്തൊക്കെയായിരുന്നു അവരുടെ അപ്രോച്ചുകൾ. ഓക്കെ, അങ്ങനെ എന്ത് രീതിയിലുള്ള അന്വേഷണങ്ങളും ഇവിടെ നടത്താം. അന്വേഷണങ്ങളും പരിപാടികളും വരുന്നതിന് മുൻപ് ഒരുപാട് കോൺസ്പിറസീസ് വരും. ദാറ്റ്സ് യൂഷ്വൽ. സോഷ്യൽ മീഡിയയാണ്, കോൺസ്പിറസീസ് വരും. ബട്ട് അട്രോഷ്യസ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വന്ന് കാണുമ്പോൾ അത് എനിക്ക് പറയാനുള്ളത്, ശരണ്യ എന്ന് പറഞ്ഞ ഇവർ കാണുകയാണെങ്കിൽ വീഡിയോ ഒക്കെ കാണുന്നവരാണോ എന്ന് പറയാൻ പാടില്ല. ഇവർ മീഡിയയ്ക്ക് ബൈറ്റ് കൊടുക്കുന്നത് നിർത്തണം. ഇത് രാപ്പകലില്ലാതെ ഇവർ രക്ഷിച്ച് വന്നതിന് ശേഷം ഇതെങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത് ചിലപ്പോൾ ശരണ്യയ്ക്ക് അറിയില്ലായിരിക്കും. ഈ മീഡിയനെ എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത്. കാടിനെ അവർ സർവൈവ് ചെയ്തു, കൊടും കാടിനെ അവർ സർവൈവ് ചെയ്തു. പക്ഷേ ഈ മീഡിയൻ്റെ ഈ പിന്നാലുള്ള വരവിനെ അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത് അവർ ശരിക്കും ഇപ്പോഴാവും. അതിൻ്റെ സ്കില്ല് അവരിൽ കാണൂല ചിലപ്പോൾ. ആദ്യം ഒരു ചാനൽ, അടുത്തൊരു ചാനൽ, രാവിലെ ഒരു ചാനൽ, ഉച്ചയ്ക്ക് ഒരു ചാനൽ, വൈകുന്നേരം ഒരു ചാനൽ എന്ന് പറഞ്ഞിട്ട് സൂപ്പർ ശരണ്യയാക്കി ഇവരെ ഇട്ട് അങ്ങോട്ട് ഇല്ലാതാക്കുകയാണ്. അവർ വിചാരിക്കുന്നു ഇതിനും നല്ലത് കാട്ടിലെ ആനയായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ കാടിൻ്റെ ആ കൊടൂരമായ അവസ്ഥ എന്നുള്ളത് ചിലപ്പോൾ വിചാരിച്ച് കാണൂടെ. എന്തോ അവർ, ഞാൻ പറഞ്ഞു, അവരുടെ വേ ഓഫ് പ്രസൻറ്റേഷനാണ് ഇതിൻ്റെ ഒരു വേറെ സീനായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. അടുത്തൊരു ക്ലിപ്പ് കൂടി പ്ലേ ചെയ്യാം. ഞാൻ ഇടയ്ക്കൊക്കെ വെറുതെ സ്ക്രീൻ ചെയ്ത് നോക്കും ആരെങ്കിലും കേൾക്കും. അങ്ങനെ ഞാൻ കുറച്ച് ഒരുപാട് മേലേക്ക് കയറിയപ്പം ഒരു മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ആരുടെയും സൗണ്ട് കേട്ടു. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്തോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ആക്ച്വലി ഒരു 4 or 5 kilometers അവേ ആയിരുന്നു ആ ടൈം. വിത്തിൻ എത്ര മിനിറ്റ്സ് എനിക്കറിയില്ല, അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇവർ എൻ്റെ അടുത്ത് എത്തി. ഞാൻ ഡെയിലി രാവിലെ വൈകിട്ടൊക്കെ വെറുതെ ട്രൈ നോക്കും ആരെങ്കിലും കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് പോയത് പിന്നെ ആടെ അത് നിൽക്കുന്ന സ്ഥലമല്ല, അത് ആരും പോവില്ല അങ്ങനത്തെ സ്ഥലം. ഉറപ്പായിട്ടും നൈറ്റ് ഒക്കെ ട്രൈ ചെയ്തു എന്നാണ് പറയുന്നത്. ഇവരുടെ അവിടെ എന്തോ മലയുണ്ടായിരുന്നു. അതിന്റെ ഓഫീസ് ടീം മൊത്തം ഇവിടെ ഉണ്ട്. വലിയ വിഷമത്തിലായിരുന്നു, ഇപ്പോഴാണ് ഇങ്ങനെ ആയത്. ആദ്യമായിട്ടാണ് ശരണ്യ. ഞങ്ങള് അവിടെ മിനിയാന നൈറ്റ് എല്ലാം അവിടെ എല്ലാം നമ്മ ಬೆಳಗಿನೈತೆ ಕೂತಿಟ್ಟು ಅದೆಲ್ಲ ಕೇಳ್ತೀನಿ ನಿಮಗೆ. ಮಿನಿಯಾನ ನೈಟ್ ಇನ್ನಲೆ ನೈಟ್ ಎಲ್ಲ ನಮ್ಮ അവിടെ കൊറേ വിളിച്ച് കേട്ടിട്ടില്ല. ಅಲ್ಲಿ ಮನ್ಸಾನೋ ನಿಪುಲ ഞാൻ ചോദിച്ചപ്പോൾ 3 ദിവസമൊക്കെ കണ്ടപ്പം ഞാൻ ഒരു ഡ്രോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ വിസിബിലിറ്റിയുള്ള ഏരിയയിൽ തന്നെ സ്റ്റേ ചെയ്ത് 2 ദിവസം. അപ്പം ചോദിച്ചാൽ എനിക്ക് മേ ബി അറിഞ്ഞിട്ടില്ലായിരിക്കും. നടന്നു നോക്കാം. ഇന്ന് എൻ്റെ പ്ലാൻ ഏതെങ്കിലും ഒരു എത്തിക്കഴിഞ്ഞാൽ മീൻസ് തടീൻ്റെ മോൾ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു പീക്കിലെത്തിയാൽ താഴത്തേക്ക് നോക്കിയാൽ ഐദർ തടീൻ്റെ മോൾ കണ്ടുപിടിക്കാൻ പറ്റും, ഹയസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെക്കിൻ്റെ ട്രെയിൽ കാണാൻ പറ്റും.
അതായിരുന്നു പ്ലാൻ. ശരണ്യ കുടുംബം മാത്രമല്ല, സുഹൃത്തുക്കൾ മാത്രമല്ല, കേരളം മൊത്തം ശരണ്യക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഇങ്ങനെയൊന്നാണ് കരുതിയിരുന്നില്ല. ഇല്ല. ശരണ്യ എങ്ങനെയാണ് ഇവിടെ ഈ ട്രക്കിംഗ് കേന്ദ്രം അറിയുന്നത്? തടിയൻ്റെ മോൾ അത്യാവശ്യം ഫേമസ് ആണ്. കൂർഗിൽ ഹയസ്റ്റ് പീക്കാണ്. ബൈക്കിലല്ലേ സഞ്ചരിക്കാറ്? ഇവിടെ ബസ്സിലാണല്ലോ. ബൈക്കിൽ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. എക്സ്പേർട്ട് ഒന്നുമില്ല. എന്താ അടുത്ത പ്ലാൻ? അടുത്ത ഇതിപ്പം വേനൽക്കാലമായതുകൊണ്ട് ഞാൻ ട്രക്കിംഗ് ഒക്കെ നിർത്തി വെച്ചേക്കായിരുന്നു. ഇപ്പം കൂർഗിൽ ഏതായാലും വരുന്നോണ്ട് ഇവിടെ ഒന്നും ഇല്ല, ആരെയും വിളിച്ചിട്ടില്ല. വിളിക്കണം. നെറ്റ്വർക്ക് എഗെയിൻ ഇവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഇവർ ഒപ്പമുള്ള അവരുടെ മെയ്റ്റ്സിനെ കാണുന്ന സമയത്ത് ജസ്റ്റ് അങ്ങോട്ട് കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരൊരു ഫാബ്രിക്കേറ്റഡ് ഐറ്റം പറയുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആയില്ലേ. പിന്നെ സൂപ്പർ ശരണ്യ എന്ന് നിങ്ങൾ പേരിടുമ്പോൾ ഇത് ശരണ്യ സൂപ്പർ എന്നുള്ളതിന് പകരം നിങ്ങൾ അവരെ രക്ഷിച്ച നേറ്റീവ് പീപ്പിൾ ഉണ്ടല്ലോ, അവിടെ ആ സെർച്ച് ആൻഡ് റെസ്ക്യൂവിന് അവിടെ ഒപ്പം നിന്നവർ, അവരെ വേണം ശരിക്കും മീഡിയക്കാരൊന്നും കൂടി കണ്ട് അവരെ ഒന്നും കൂടി പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അവർ റെസ്ക്യൂവിന് പോകുന്ന സമയത്ത് തന്നെ ഒരു ബാക്ക് പാക്കും ഒരു തൊപ്പിയും അവരുടെ കയ്യിൽ ഇതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ, അവർക്ക് ഇതിനുള്ള സ്കില്ലും കാര്യങ്ങൾക്കും അവർക്ക് ടെക്നിക്സ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടോ എന്നുള്ള സംഗതികളൊക്കെ ഒന്ന് കുറച്ചും കൂടി അടിപൊളിയാക്കിയാൽ അങ്ങനത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾക്ക് ഇനിയും റെസ്ക്യൂ ഓപ്പറേഷനിൽ നമ്മൾ ആർമിയുടെയും നേവിയുടെയും കൂടിയൊക്കെ ഇവർക്ക് എന്ത് ചെയ്യാം സഹായിച്ച് എല്ലാവരും കൂടി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവരൊക്കെയാണ് ഒന്നും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്ത് വിടുന്നത്. എല്ലാവരും കൂടി ശരണ്യേൻ്റെ പിന്നാലെ പോയി. പക്ഷേ ഈ ശരണ്യ പെട്ടു, ശരണ്യ സർവൈവ് ചെയ്തു. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ പോയതിൻ്റെ അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്നത് കൊണ്ടോ അതങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ഥലമല്ല. കോടയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല കോട ഇറങ്ങുന്ന സമയത്ത് മുന്നിലുള്ളവനെ തന്നെ കാണാത്തൊരവസ്ഥയായിരിക്കും. നമ്മൾ എന്നും പോണ സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യും, വഴി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. അപ്പം അതിലൊന്നും നമുക്ക് കയറിയിട്ട് അതങ്ങനെ ഒറ്റപ്പെടാത്ത സ്ഥലമാണ് എന്നും പറയാൻ പറ്റൂല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആകെ ഇതിനകത്തുള്ളൊരു ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റപ്പെടണം എന്ന് പറഞ്ഞാൽ അവർ മാറിപ്പോയാൽ മാത്രമാണ് അത് വേറൊരു ഡയമെൻഷനിൽ എനിക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ അവർ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് വേണമെങ്കിൽ കാണാം. ഇല്ല ഇന്നെ എല്ലാവരും കൂടി രക്ഷിച്ചു കൊണ്ടുവന്നില്ല, ഞാൻ അവിടെ കിടന്ന് തീർന്നിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനുണ്ടല്ലോ, ഒന്നും പോകാനൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ ഒറ്റപ്പെട്ട് പോട്ട് അല്ലെങ്കിൽ ആ ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് മാറിപ്പോവുക സ്വയം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റിൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ തിരിച്ച് ജീവിതം കിട്ടിയതിൻ്റെ ഒരു ഇതൊന്നും കാണിക്കാത്ത രീതിയിലൊക്കെ സംസാരിക്കാം. അല്ലെങ്കിൽ ബൈ നേച്ചർ അവരങ്ങനെയായിരിക്കാടെ ആ ലേഡി, മനസ്സിലായോ? അവർ ലൈഫിൽ ഇതിലും വലുത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവരുടെ കോർ എന്താണ്, ഇവരുടെ റിയൽ ലൈഫിൽ ബാക്കി നടന്ന പാസ്റ്റ് എന്തോന്നും നമുക്ക് അറിയാൻ പാടില്ല. ഇപ്പോൾ ഈ മലയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ശരണ്യനെ മാത്രമേ അറിയൂ. ഇനി മീഡിയ കമ്മിങ് ഡേയ്സിൽ ചിലപ്പോൾ ഇവരുടെ പാസ്റ്റ് നോക്കുമ്പോൾ ഇതിലും ഭീകരമായിട്ടുള്ള സിറ്റുവേഷൻസ് റിയൽ ലൈഫിൽ ഫേസ് ചെയ്ത് അത് സർവൈവ് ചെയ്ത് തന്ന ഒരാളായിരിക്കണം അവർ. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ അഗെയിൻ പറയുന്നു, വാട്ട് മീഡിയ ആൻഡ് വ്യൂവേഴ്സ് എക്സ്പെക്റ്റഡ് ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഇവർ വന്ന് ഡെലിവർ ചെയ്തത് ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. വളരെ കാഷ്വലായി കൂളായി പറഞ്ഞപ്പോൾ കുറേ പേർക്കൊന്നും അത് ആക്സെപ്റ്റ് ആയില്ല. ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ഒരു റിപ്ലൈ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ വന്നു. എനിക്ക് ഞാൻ പറഞ്ഞത് ഷെയ്ഖിനെ പോലുള്ള ആളുകൾ വന്നിട്ട് ഇതിനകത്തുള്ള ഈ സാധനങ്ങൾ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഷെയ്ഖ് ഒരിക്കലും ഷെയ്ഖിനായിട്ട് ശരണ്യയെ കമ്പയർ ചെയ്യരുത്. ഷെയ്ഖ് ചെയ്തതൊരു വേറെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ഹെവി റിസ്ക് സാധനങ്ങളാണ് ചെയ്യുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഷെയ്ഖ് ആണെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഷെയ്ഖ് ആണെങ്കിലും ആ സർവൈവലിന് ഇനി വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് തിങ്ക് ചെയ്യൂ. എല്ലാവരും അവിടെ കിടന്ന് പാനിക്കായി ഫ്രസ്ട്രേറ്റഡായി, പിന്നെ സർവൈവൽ എന്ന് പറഞ്ഞ സാധനം പിന്നെ ഡെഡാണ് അവിടെ. അപ്പോൾ അത് എനിക്കെന്തോ ഒരു ഷെയ്ഖിനെ വന്ന് അങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ എനിക്കൊരു റോങ് സാധനം അടിച്ച പോലത്തെ ഒരു പേഴ്സണൽ ഫീലിംഗ് എനിക്കുണ്ടായി. പിന്നെ ഇതേപോലെ ട്രക്കിങ്ങിനും പരിപാടിക്കൊക്കെ പോകുന്നവരോട് പാക്കായിട്ട് പോവുക, മാക്സിമം എല്ലാവരും ഒപ്പം നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വൈറലാവാനും അങ്ങനെയൊക്കെ ചിന്താഗതിയിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ പോയി ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വയറിലും ആവും എയറിലും ആവും, ലാസ്റ്റ് ഭൂമിയിൽ നിന്നേ ഇല്ലാതാവും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് വേറൊരു കാര്യം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ അന്വേഷണങ്ങൾ ഇവരുടെ ഈ നാഷണൽ പ്രോട്ടോക്കോൾസ് അല്ലെങ്കിൽ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ അന്വേഷണങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നടക്കട്ടെ. ഓക്കെ, അത് നടത്തണം എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇവർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഡിപ്രസ്ഡ് ഫേസിൽ അവരെന്നെ മാറിപ്പോയതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പുറത്ത് പറയൊന്നുമില്ല, ഒരിക്കലും പറയാനും പോകുന്നില്ല. പിന്നെ ഇതിനിടയിൽ ഇവരുടെ തന്നെ ഒപ്പം വർക്ക് ചെയ്യുന്ന മെയ്റ്റ്സ് വന്നിട്ട് ഇവരുടെ ഹോം സ്റ്റേയുടെ മുതലാളിനെയൊക്കെ വന്ന് കുറ്റം പറയുന്നൊരു സിറ്റുവേഷനൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ഓക്കെ, അയാളുടെ അടുത്താണ് ലാസ്റ്റ് ശരണ്യെ കോൾ ചെയ്തത്, അയാൾ കറക്റ്റ് ലൊക്കേഷൻ ഷെയർ ചെയ്തില്ല, അയാളെ സംശയിക്കുന്നു, തിരിച്ച് വന്നുകൊണ്ട് കഴിച്ചില്ല. ഇല്ലെങ്കിൽ ആ ഹോം സ്റ്റേ ഓണർ
കർണാടക പോലീസിൻ്റെ കയ്യിൽ ആടിയും കിട്ടി കൊന്തും കിട്ടി അവിടെ കിടക്കേണ്ട ഒരു അവസ്ഥയിലായി ഉണ്ടായിരുന്നു. പിന്നെ എഗെയിൻ ചെറിയ ട്രക്കാണെങ്കിലും വലിയ ട്രക്കാണെങ്കിലും ബേസിക് റിക്വയർമെൻറ്റ്സ് എല്ലാം എടുക്കുക. ഒരു പവർ ബാങ്ക് എടുക്കുക, അത്യാവശ്യം ആവശ്യമുള്ള വെള്ളം കയ്യിൽ കരുതുക, നട്ട്സ് കയ്യിലെടുക്കാം. അങ്ങനെ എല്ലാ സാധനങ്ങളും എടുക്കണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കയറിയിട്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് പോകരുത്. കാരണം എൻവിയോൺമെൻറ്റാണ്, പ്രകൃതിയാണ്, എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ രൂപം മാറാം. ഓക്കെ, മഞ്ഞ് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങാം, കാടാണെങ്കിൽ എന്തെങ്കിലും ഒരു ആനിമൽസ് വരാം, മഴ പെയ്യാം, അങ്ങനെ പല സിറ്റുവേഷൻസും വരാം. അപ്പോൾ ട്രക്കിനൊക്കെ പോകുന്നവർ ആ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കുക. പിന്നെ വൈറലാവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിക്കുള്ള തോട്ട്സൊക്കെ ജനങ്ങൾക്ക് വരാൻ കാരണം ഇതിന് മുന്നേ അങ്ങനത്തെ സാധനങ്ങൾ മുന്നിൽ വന്നതുകൊണ്ടാണ്. ആൻഡ് ഇവരുടെ കേസിൽ ഫോർ മീ എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഇവിടെ തുറന്നു പറയുകയാണ്. എനിക്ക് അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ വേ ഓഫ് പ്രസൻറ്റേഷനും അവരുടെ കാര്യങ്ങൾ പറയുന്ന രീതിക്ക് അവർ വളരെ കാഷ്വലായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരു ലേഡിയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഈ രാത്രിയെക്കുറിച്ച് ശരണ്യ പറഞ്ഞൊരു സാധനം കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. അതിനടിയിലാണ് ഏറ്റവും കൂടുതൽ കിളി പോയി എന്നുള്ള സാധനം വരുന്നത്. ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. ഞാൻ കയറുമ്പം ഒരു 6 പേരുടെ ഗ്രൂപ്പും ഞാനും പിന്നെ ഒരു 3 പേരുടെ ഗ്രൂപ്പ് വരുന്നുണ്ടായിരുന്നു. പിന്നെ 2 പേര് പിന്നെ എപ്പോഴും കയറിയെന്ന് തോന്നുന്നു. അല്ല, ഇത് ചെറിയ ട്രക്കായ കാരണം ഞാൻ പവർ ബാങ്ക് ഒന്നും കരുതിയില്ല. ഫോൺ ഉണ്ടായിരുന്നു, ക്യാമറ ഉണ്ടായിരുന്നു, ഒരു പഴം ഉണ്ടായിരുന്നു, ഒരു 500 ml വെള്ളം ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ ട്രക്കിങ്ങിന് പോകുമ്പോഴും എടുക്കാറുണ്ട്. ഇത് വളരെ ചെറിയ ട്രക്കാണ്, 12 മണിയാകുമ്പോഴേക്ക് താഴെ എത്താം എന്നുള്ളതുകൊണ്ടാണ് ഒന്നും എടുക്കാറുള്ളത്. പീക്കിൽ നിന്ന് ഒരു 2 ടേണൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടേണൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 പേരും ഞാനുമായിരുന്നു ആദ്യം ഇറങ്ങിയത്, ബാക്കി എല്ലാവരും മേലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നുപോയി. അപ്പോൾ ഞാൻ ബാക്കിൽ നോക്കിയപ്പം അവരൊരു സ്ഥലത്ത് ഒരു പാർപ്പുറത്തിരിക്കുന്നുണ്ട്, ഒരു നായ ഉണ്ടായിരുന്നു, അത് ആ സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇവരും കൂടെ വന്നിട്ട് ഒന്നിച്ച് പോകാമെന്നുള്ള രീതിയിൽ താഴെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ കാണാനില്ല. പിന്നെ പീക്കിലുള്ള കുറച്ച് പേരെ ഞാൻ കുറച്ച് നടന്ന് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ അവരുടെ അടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേലെയാണ് അവരെ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ മല കറങ്ങി അങ്ങനെ വരുമായിരുന്നു. ഞാനൊരു 6:45 ആയപ്പോഴാണ് ആ ഒരു അരുവിയുടെ ഒരു ഏരിയ ആയിരുന്നു, ഒരു വലിയ പാറയുടെ ഏരിയ, സൈഡിൽ കൂടെ ഒരു അരുവി പോകുന്നുണ്ട്. അവിടെ നിന്ന് 6:45 ശേഷം നമ്മൾ നടക്കുകയാണെങ്കിൽ അപകടമായിരിക്കും എന്ന് പറയുന്നതുകൊണ്ട് അതങ്ങനെ ഇരുട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കാമെന്ന് വെച്ചു. വെള്ളമുള്ള ഏരിയയാണ്, വെള്ളം കുടിക്കാം. പിന്നെ മൃഗങ്ങൾക്ക് ആക്സസ് കുറഞ്ഞ ഏരിയയാണ്, മീൻസ് വെള്ളം കുടിക്കാനായിട്ട് മൃഗങ്ങൾ വരാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ സ്റ്റേ എടുക്കാൻ വേണ്ടിയിട്ട് അതെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ ഓഫീസിലൊരു ഫ്രണ്ടിനെ അറിയാം, മീൻസ് തലേദിവസം വന്ന സ്ഥലമൊക്കെ അറിയാം. പിന്നെ ഇയാൾ മീൻസ് ഹോം സ്റ്റേ ഓണർ കേട്ടിട്ടുണ്ടാവാമെന്നുണ്ട്. പിന്നെ വൈകിട്ട് 5 മണി വരെയാണ് ഇതിൻ്റെ ടൈം. 5 മണിക്ക് നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയില്ലെങ്കിൽ, സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അതും അവർക്കറിയാൻ പറ്റും. അപ്പം എന്തെങ്കിലും ആയിട്ട് റിപ്പോർട്ടായിട്ടുണ്ടാവും, സെർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊരു ഹോപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിൽ വലിയ മീൻസ് മരങ്ങളുള്ള വലിയ കാടാണ്. ലെഫ്റ്റ് സൈഡും നല്ല കാടാണ്. റൈറ്റ് സൈഡ് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല, ചെറിയ കുറ്റിക്കാട് അങ്ങനെയൊക്കെയാണ്. എന്നാലും ഡെൻസാണ്, നടക്കാൻ പറ്റാത്ത ഏരിയയാണ്. കാട്ടിലൊരു വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ആദ്യം ചീവീട് സ്റ്റാർട്ട് ചെയ്യും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നിറയെ മിന്നാമിനുങ്ങൾ വരും. സീസണിലാണോ എനിക്കറിയില്ല, നിറയെ വരും. പിന്നെ ഈ സ്കൈ ഭയങ്കര ക്ലിയർ ആയിരിക്കും, നമുക്ക് സ്റ്റാർസൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, സാറ്റലൈറ്റ്സ് പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഫുൾ മൂൺ ടൈമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 11 o'clock ഒക്കെ ആകുമ്പം മൂണിങ്ങനെ വരും. പിന്നെ കംപ്ലീറ്റ് കാട് മുഴുവൻ നല്ല ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല, അത്ര ലൈറ്റ് വരുന്നുണ്ടായിരുന്നു. നല്ല വെട്ടമാണ്. പക്ഷെ അത് നമുക്ക് പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും കാണാനും പറ്റുന്നില്ല. നല്ല ലൈറ്റ് ഉണ്ട്, പക്ഷെ ഡീറ്റെയിൽസ് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഇതായിരുന്നു. ഇവർ ഈ ലൈറ്റ് വരും, കാട് മൊത്തം ലൈറ്റ് ആവും എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ രാത്രി ഒരു തൊടിയിൽ കൂടി നടന്നു പോകുന്ന വിചാരിച്ചു, ഒരു ഫുൾ മൂണുള്ള സമയത്ത് നമുക്ക് മുന്നിലുള്ളതോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ളതോ മറ്റേ സ്റ്റേഡിയത്തിൽ ലൈറ്റ് ഇട്ട പോലെ കാണാൻ പറ്റുന്നല്ല. ലൈറ്റ് വിൽ ബി ദെയർ, ഇനഫ് ലൈറ്റ് വിൽ ബി ദെയർ. ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റിനേക്കാൾ ഒരു പകുതി കുറഞ്ഞൊരു ലൈറ്റ് അത്യാവശ്യം നമുക്ക് ഫ്രണ്ടിലേക്ക് ചെറിയൊരു വിസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ, പിന്നെ കാടാകുമ്പോൾ നമുക്ക് ഊഹിച്ചറിഞ്ഞൂടെ, ചിലപ്പോൾ മിന്നാമിനിങ് ഉണ്ടാവും, ആ ലൈറ്റിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ചിലപ്പോൾ കൂടുതലായിട്ട് തോന്നാം, ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. എടീ ഇതിനൊക്കെ എന്താ പ്രശ്നം? ഇതിലൊക്കെ നിങ്ങൾ കഞ്ചാവും ലഹരിയും അല്ലെങ്കിൽ അവർ ഇത് എൻജോയ് ചെയ്യാൻ കാരണം മേ ബി അവരിത് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾ. പിന്നെ അവർക്കുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് കൃത്യമായിട്ട് അറിയാം തിരിച്ച് 5 മണിക്ക് ഇറങ്ങി അവിടെ ഒപ്പിട്ടില്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് കൃത്യമായി അറിയുന്ന ഒരാളാണ് അവർ. അതുകൊണ്ട് അവർ ആ സിറ്റുവേഷനിൽ അവിടെ എവിടെയൊക്കെ ഇരിക്കണം എന്നുള്ളത് അവരുടെ മനസ്സിൽ അവർക്ക് സ്കെച്ച് വന്നു. വിസിബിലിറ്റി, ഏരിയൽ വിസിബിലിറ്റി ഉള്ള സ്ഥലത്ത്. കാരണം ഡ്രോൺ ഓപ്പറേഷൻസ് കൂടുതലായിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ ടെക്നോളജീസാണ്. ഇപ്പോൾ ഇവരെ തന്നെ എനിക്ക് തോന്നുന്നു തെർമൽ സ്കാനിങ് ഒക്കെ നടത്തിയ ഡ്രോൺ വഴി എന്നുള്ളത് എനിക്കറിയില്ല, മേ ബി കാണണമായിരിക്കണം. അപ്പം ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിൽ
ഷീ ഈസ് വെരി മച്ച് കാൽക്കുലേറ്റഡ്. അവരുടെ മൂവ്സ് എല്ലാം കാൽക്കുലേറ്റഡ് ആയിരുന്നു. അവരത് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഇതിൻ്റെ മുകളിൽ സർവൈവൽ എക്സ്പേർട്സൊക്കെ വന്നിരുന്ന് ഇവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഐ ഡോണ്ട് നോ. ലൈക്ക് ഞാൻ പറയാം, മീഡിയയിൽ കൂടുതൽ ഇവരെ സൂപ്പർ ശരണ്യാന്നു. മീഡിയ കുറേ ബൈറ്റ് എടുത്ത്, മനുഷ്യനാണ് ചിലപ്പോൾ കൊടുക്കുന്ന ചില ഇൻ്റർവ്യൂസിലൊക്കെ ചില വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. ഇപ്പോൾ ഒരു ഡോഗിൻ്റെ കേസ് പറഞ്ഞു, ഇവരുടെ കൂട്ടത്തിൽ ട്രക്ക് ചെയ്ത് മുകളിൽ പോയ ആൾക്കാർ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു എന്ന് ഇവരുടെ തന്നെ ഫ്രണ്ട്സും പിന്നെ ഉള്ള ഒരു ഗാർഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നായയുടെ ഒപ്പം ഇരിക്കുന്നത് കണ്ടു. ഓക്കെ, അവർ ഇത് കണക്ട് ചെയ്യുമ്പോൾ വാട്ട് ഷീ ഈസ് ടെല്ലിങ് അത് ഓക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. എഗെയിൻ എനിക്കറിയാൻ പാടില്ല ഇനി ഇപ്പം നമ്മളധികം ട്രക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അകപ്പെട്ട ഒരവസ്ഥയൊന്നും എനിക്കില്ല. ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, ഓക്കെ, ഇപ്പോൾ കുറച്ചായിട്ട് പോകാറില്ല. ബട്ട് ബാംഗ്ലൂരൊക്കെ ഉള്ള സമയത്ത് ബാംഗ്ലൂർ ചുറ്റുവട്ടത്തൊക്കെ ഇഷ്ടം പോലെ ടെൻ്റ് അടിച്ച് ട്രക്ക് ചെയ്ത് ആന വരുന്ന സ്ഥലവും അങ്ങനെ പല ഐറ്റങ്ങളും കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ സാഹചര്യമൊക്കെ നമ്മൾ സർവൈവൽ സ്കിൽസ് താല്പര്യമുള്ള ഒരാളാണ്, സർവൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾ, ആ ഒരു അഡ്രിനാലിൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മേ ബി ഇതൊക്കെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. അവർ പിന്നെ ഇത് കഴിഞ്ഞല്ലോടി, അവർ രക്ഷപ്പെട്ട് വന്നതിന് ശേഷം പിന്നെ അവർക്ക് വന്നിരുന്നത് അയ്യോ പത്തൊന്നും കൊണ്ട് കാണിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ കാണിക്കാത്തത്. അങ്ങനെയാവാം. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ അവർ മനഃപൂർവ്വം അങ്ങോട്ട് ഒറ്റപ്പെട്ട് പോകാൻ എന്നുള്ള ഡിസിഷൻ എടുത്ത് പോയി എല്ലാവരും കൂടി രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഷീസ് ലൈക്ക് എന്താ പറയുക, കോൺഫിഡൻറ്റ് ഇനഫ്, അറിയാം രക്ഷപ്പെടുത്താൻ ആൾ വരും. അപ്പോൾ ചെയ്യാനുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഇരുന്നു, അവരെ രക്ഷപ്പെടുത്തി. ദാറ്റ്സ് ഇറ്റ്. ഇതിൻ്റെ മുകളിൽ കുറേ ഞാൻ പറഞ്ഞല്ലോ, മീഡിയ ഉണ്ടാക്കുന്ന ഈ സൂപ്പർ ശരണ്യ പോലത്തെ ഐറ്റങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ ചിലർക്ക് പല സംശയങ്ങളും വരുമായിരിക്കും. അവരെ കുറ്റം പറയുന്നില്ല. എഗെയിൻ സോഷ്യൽ മീഡിയയിൽ ഇതിന് മുന്നും ഇങ്ങനത്തെ കുറേ ഗിമിക്കുകൾ നമ്മൾ കണ്ടതുകൊണ്ട് നാട്ടുകാരുടെ ചോദ്യങ്ങളും കുറ്റം പറച്ചിലും ഒക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്.